ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഞാൻ കുറച്ച് ഡേയ്സിന് മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതായി. ഇതാ എൻ്റെ ഇൻക്യുബേറ്ററിൽ വെച്ചിരുന്ന മുട്ടകളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി വീഡിയോ ചെയ്യുകയാണ്. ഞാൻ ഇൻക്യുബേറ്ററിനകത്ത് വെള്ളമൊഴിച്ച് ലീഫിന് പുറത്ത് മുട്ടകൾ പോയിൻ്റ് ഇടുന്നതെന്ന് വെച്ചാൽ തിരിച്ചും മറിച്ചും രാവിലെയും വൈകിട്ടും വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പോയിൻ്റൊക്കെ ഇട്ട് മുട്ട പറക്കി വെക്കുന്നുണ്ട് കേട്ടോ. മുട്ട പറക്കി വെച്ച് നമുക്ക് അതിൻ്റെ എല്ലാ ദിവസവും ഇതും തിരിച്ചും മറിച്ചുമൊക്കെ വെക്കണമല്ലോ. അതുപോലെ തന്നെ രണ്ട് ഡേയ്സ് ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ലീഫിനടിയിലുള്ള ആ ബേസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മുട്ട തിരിച്ചും മറിച്ചുമൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ വെക്കണം കേട്ടോ. ഞാനിത് വിശദീകരിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ എല്ലാ കുഞ്ഞുങ്ങളും വിരിയും കേട്ടോ. പിന്നെ അങ്ങനെ മുട്ടകളെല്ലാം നമുക്ക് ഈ ലീഫിൻ്റെ പുറത്തോട്ട് പറക്കി വയ്ക്കാം. പറക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിനൊരു ടെമ്പറേച്ചറിൻ്റെ ഇതുണ്ട് കേട്ടോ. 37.5 എന്നുള്ള ലെവലിലാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സമയം. 37.5 ആകുമ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മളിത് മുട്ട തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇത് തിരിച്ചും മറിച്ചും വെച്ചില്ല എന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് കേടുപാടുകളും കുഞ്ഞുങ്ങൾ വിരിയാതെയൊക്കെ ആവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യണം കേട്ടോ. എന്തായിരുന്നാലും അത് നമുക്ക് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഈ മുട്ടയിലുണ്ടാകുമെന്ന് നോക്കുന്നവർ ഇപ്പോൾ നമുക്ക് ഇതിന് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മുട്ട അതിൽ നിന്ന് ഒന്നെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ടോർച്ച് മുട്ടയിലോട്ട് അടിക്കുമ്പോൾ കാണാൻ പറ്റും കുഞ്ഞുണ്ടോ ഇല്ലയെന്ന്. കറുത്ത രീതിയിൽ കാണാൻ പറ്റും. കറുത്ത രീതിയിൽ കുഞ്ഞിൻ്റെ ആകൃതി ഇതിൽ ഉണ്ടെങ്കിൽ രക്തത്തിൻ്റെ കളറിൽ ഇത് കാണാൻ പറ്റും. ആ ഒരു ഇതിലുണ്ടെങ്കിൽ അത് കുഞ്ഞുണ്ട്. അതിൽ പ്ലെയിനായിട്ട് കാണിക്കുന്നെങ്കിൽ അതിൽ കുഞ്ഞില്ല കേട്ടോ. നിങ്ങളിതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കോഴി വെച്ച് വിരിപ്പിക്കുന്നതിലാണെങ്കിലും ഇങ്ങനെ മുട്ടയെടുത്ത് നോക്കാം, ഏതിലൊക്കെ കുഞ്ഞുണ്ടെന്നറിയാൻ പറ്റും. ആ ഒരു അറിവ് നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞു തരാമെന്ന് കരുതി. എൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശമൊക്കെ എൻ്റെ വിരിഞ്ഞിട്ടുണ്ട്. മുട്ട ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഞാൻ അതിനെ ഒരു ബേസ് ബോർഡിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 40 വാൾട്ടിൻ്റെ ഒരു ബൾബ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ബൾബ് അണയാതെ സൂക്ഷിക്കണം. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോസൊക്കെ? പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിടാമെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ.